സമ്മതിക്കണം കേട്ടാ. എടാ പിന്നെ സമ്മതിക്കാതിരിക്കുന്നത് എങ്ങനെയാടാ? ദിവസം 3-4 ആറ്റുവാളെ പിടിക്കുന്ന തന്നെ സമ്മതിക്കാതിരിക്കാൻ പറ്റും? ആറ്റുവാള ഉണ്ടാക്കിയ ആരും അല്ലണ്ടാ പറഞ്ഞത്. പിന്നെ എന്നാ നോക്ക് എന്നാടാ? സുനിത വില്യംസ് അവരെ സമ്മതിക്കണം. അവരും എന്നെ പോലെ പുലിയാ. അതിനാരാ ഇപ്പൊ സുനിത വില്യംസിന്റെ കാര്യം പറഞ്ഞു? പിന്നെ ഞാനുടെ കാര്യം പറഞ്ഞു. അണ്ണാ അമേരിക്കയിലെ ഓൺലൈൻ ചാനലുകാരെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഒരു വമ്പൻ ടീമാ. സുനിത വില്യംസ് ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിലോട്ട് ഇറങ്ങിയിട്ട് ഒരാഴ്ച തികഞ്ഞില്ല. അപ്പൊ തന്നെ അവന്മാർ ഇന്റർവ്യൂ സെറ്റാക്കി അപ്ലോഡും ചെയ്തു. അമേരിക്ക അതന്നെയാണ് അമേരിക്കയുടെ അണ്ണ ഒരു പുച്ഛോ. എടാ സുനിത വില്യംസ് കേരളത്തിലായിരിക്കേണ്ടിയിരുന്നത്. ഭൂമി കാല് കുത്തുന്നതിന് മുമ്പ് ഇവന്മാർ ഇന്റർവ്യൂ അപ്ലോഡ് ചെയ്തെന്ന് അറിയാം. നീ എന്താ ആലോചിക്കുന്നു? ഞാൻ ആലോചിക്കുമായിരുന്നേ, നമ്മുടെ ഇവിടുത്തെ ചില ഓൺലൈൻ ചാനലുകാരുണ്ടല്ലോ, ഇവന്മാരെങ്ങാനും സുനിത വില്യംസിന്റെ ഇന്റർവ്യൂ എടുത്തിരുന്നേ. എൻ്റെ പൊന്നണ്ണാ. ഹായ്, നീലമയിൽ മീഡിയയുടെ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണിത്. ലോകത്തുള്ള വേറെ ഒരു മീഡിയയ്ക്കും ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത ഒരു റെയർ ഓപ്പർച്യൂണിറ്റിയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഈ ലോകത്തുള്ള ഒരുപാട് വരുന്ന വനിതകളുടെ ഭയങ്കര ഒരു ഇൻസ്പിറേഷനായി മാറിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആരാണെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. സുനിത വില്യംസ് ആണ്. മാം നമസ്കാരം. നമസ്കാരം. ശരിക്കും നീലമയിൽ മീഡിയയുടെ ഒരു മൈൽ സ്റ്റോൺ മൊമെൻറ്റിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. മാമിനെ പോലൊരു വ്യക്തി ഇവിടെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. മാമിനോട് ആദ്യം ചോദിക്കാനുള്ളത്, മാമിൻ്റെ ആ സ്പേസ് സ്റ്റേഷനിൽ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? സത്യത്തിൽ എനിക്ക് ആ എക്സ്പീരിയൻസ് ആക്ച്വലി പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. ഐ എം സോ ഹാപ്പി. മാമിനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇത് ഒരുപക്ഷെ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനെ ഒക്കെ ഇൻസ്പയർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. മാമിൻ്റെ ലൈഫിലെ ആദ്യത്തെ ക്രഷ് ആരാണ്? ക്രഷ് കേട്ടിട്ടില്ലേ? അയ്യോ, എനിക്കുണ്ടല്ലോ 5-6 ഞാൻ എൻ്റെ സ്പേസിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ സ്പേസിനെ കുറിച്ചല്ലേ ചോദിക്കേണ്ടത്? അത് ബുദ്ധിമുട്ടായെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ നമുക്ക് സ്കിപ്പ് ചെയ്യാം. നമുക്ക് സ്പേസ് സ്റ്റേഷനിലേക്ക് തന്നെ തിരിച്ചു വരാം. മാഡം ഏതാണ്ട് ഒരു 9 ദിവസത്തെ ഒരു അതെ അതൊരു 9 ദിവസത്തെ മിഷനായിരുന്നു. പക്ഷെ ഏതാണ്ട് ഒരു 9 മാസത്തോളം ആ ഒരു യജ്ഞം ഇങ്ങനെ നീണ്ടുപോവാണ്. അതെ. അപ്പോൾ ഈ ഒരു 9 മാസക്കാലം ഒരു അന്യപുരുഷൻ്റെ കൂടെ റൂം ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനെക്കുറിച്ചുള്ള മാമിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അതിനുശേഷം പിന്നീട് വീട്ടിലേക്ക് വന്നപ്പോൾ ഫാമിലിയുടെ റെസ്പോൺസ്, ഹസ്ബൻഡിൻ്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. എങ്ങനെയായിരുന്നു? പുള്ളിക്ക് പരിഭവമോ പിണക്കോ എന്തെങ്കിലും ഉണ്ടായിരുന്നു? എന്തെങ്കിലും കുത്തി ചോദിക്കുന്ന എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും? എന്ത് ക്വസ്റ്റ്യൻസ് ആണോ ഇത്? ശരിക്കും പറയാൻ നിങ്ങൾക്ക് എന്താ അറിയാം? അല്ല മാം, സ്പേസിൽ പോയി എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ കിട്ടുമ്പോൾ നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആയിട്ട്